Hi all, this is Abhay from Prepwise. +2 ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിച്ച് വിൽ ഗിവ് ആഡ് ഓഫ് ഫോം ടെസ്റ്റ്. അപ്പോൾ ആഡ് ഓഫ് ഫോം ടെസ്റ്റ് തരണമെങ്കിൽ നമുക്ക് ഇതിൽ ഏതൊക്കെ പറ്റുന്നതാണ്? CH3, CHOH, CH3 ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ്. ഐസോബ്യൂട്ടൈൽ CH3, CH3, CH2OH. അടുത്ത CQ ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ CH3, CH3, CH3OH. CQ ബ്യൂട്ടൈൽ. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ CH3, CH2OH. അസറ്റിക് ആസിഡ് ആണ് CH3, C ഡബിൾ ബോണ്ട് OH. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് CH3, C ഡബിൾ ബോണ്ടോ ഐദർ ഇങ്ങനെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ CH3, COH ഇങ്ങനെ ഒരു ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ അത് എന്ത് തരും? ആഡ് ഓഫ് ഫോം ടെസ്റ്റ് തരും. അപ്പോ CH3, CHOH നമ്മുടെ ഐസോപ്രോപ്പൈൽ ഉണ്ട്, പക്ഷെ നമ്മുടെ ഐസോബ്യൂട്ടൈൽ എന്തില്ല, അങ്ങനെ ഒരു സാധനം കാണാനാവില്ല. പക്ഷെ CH3, C സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോളിൽ നമുക്ക് അങ്ങനെ ഒന്ന് കാണാനാവും. അത് മാത്രമല്ല നമുക്ക് ഇവിടെ നമുക്ക് കാണാനാവും. ഈഥൈൽ ആൽക്കഹോളിലും നമുക്ക് അത് കാണാനാവും. CH3, CHOH, CH3, CHOH നമുക്ക് കാണാനാവും. പക്ഷെ നമുക്ക് അസറ്റിക് ആസിഡിൽ അങ്ങനെ കാണാനാവില്ല. CH3, CO പാടുള്ളൂ. ഇവിടെ ഒരു OH ഉണ്ട്. അപ്പോ ഓപ്ഷൻ A ഉണ്ട്, ഓപ്ഷൻ C ഉണ്ട്, ഓപ്ഷൻ D ഉണ്ട്. അപ്പൊ ACD വരുന്ന ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 2 ആണ്. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോളും ഈഥൈൽ ആൽക്കഹോളും എന്ത് തരും? ആഡ് ഓഫ് ഫോം ടെസ്റ്റ് തരും. മറിച്ച് ഐസോബ്യൂട്ടൈൽ ആൽക്കഹോളും അസറ്റിക് ആസിഡും എന്തില്ല? ആഡ് ഓഫ് ഫോം ടെസ്റ്റ് തരില്ല. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ലിസ്റ്റ് 1 ഉം ലിസ്റ്റ് 2 ആണ് തന്നത്. XCF6 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സിയിൽ എത്ര ബോണ്ടിങ് ഉണ്ട്, മീൻസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. എത്ര ഫ്ലൂറിൻ ആറ്റം ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്? 6 ഫ്ലൂറിൻ ആറ്റം ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 എണ്ണം ഉണ്ട് മൊത്തം. അപ്പോ എണ്ണത്തിൽ 6 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. അതാണ് XCF6. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ XCO3 ആണ്. ഇതിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതിൽ ഓക്സിജൻ നിങ്ങൾക്കറിയാം ട്രിപ്പിൾ ബോണ്ട് ആയിട്ടാണ് എന്താകുന്നത്? ഓക്സിജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അപ്പോ ഓരോന്നെത്രയാണ്? 3 ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട്. അതില് ബാക്കി റിമൈനിങ് എത്ര ഉണ്ടാവുക? ഒന്നാണ്. അപ്പൊ 4ൽ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? പിരമിഡൽ എന്ന് വിളിച്ചത്. അപ്പൊ XCO3 എന്താണ് വരുന്നത്? B ആണ് വരുന്നത്. ഇവിടെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പൊ sp3d3. അപ്പൊ 7 എണ്ണം ഉണ്ടാകുമ്പോൾ sp3d3. അപ്പൊ ഡിസോർട്ടഡ് ഒക്ടാഹെഡ്രൽ. XCF6 ഡിസോർട്ടഡ് ഒക്ടാഹെഡ്രൽ. ഇനി XCF4 എന്ന് പറയുന്നതിന്റെ അകത്ത് എക്സിന്റെ അകത്ത് 8 ഇലക്ട്രോൺസ് ആണ്. അതിൽ 4 ബോണ്ട് പെയർ വന്നു. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 4 ഇലക്ട്രോൺസ് ബോണ്ടിങ് പെടുന്നു. അപ്പൊ 6ൽ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറി? സ്ക്വയർ പ്ലാനാർ ആയി മാറി. അപ്പൊ സ്ക്വയർ പ്ലാനാർ sp3d2. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D വന്നു. ഇനി XCOF4ന്റെ അകത്ത് 4 ഫ്ലൂറിനും ഒരു ഓക്സിജനും. അപ്പൊ എന്ത് വന്നു? 6 ബോണ്ടിങ്ങിൽ വന്നു. അതിനുശേഷം ബാക്കി 1. അപ്പൊ 6ൽ 1 എന്ന് പറയുന്ന സമയത്ത് 6 എന്ന് പറയുന്നത് sp3d2 ആണ് വരിക. sp3d2 സ്ക്വയർ പിരമിഡ്. അപ്പോ ഓപ്ഷൻ 1 A തന്നെ വരുന്നത്. 2 എണ്ണം ഉണ്ട്. 2, 3 ആണ്. അപ്പോ ഇതാണ്. അപ്പൊ C4 ആണ് വരുന്നത്. D2 ആണ് വരുന്നത്. അപ്പോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ലിസ്റ്റ് 1 ഉം ലിസ്റ്റ് 2 ആണ്. ക്യൂബിക് സെൽ എല്ലാവർക്കും അറിയാം. എല്ലാം ഈക്വൽ ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോ A എന്ന് പറയുന്നത് എന്താണ്? ക്യൂബിക് സെൽ ആണ്. ഇനി ട്രൈക്ലിനിക് അറിയാം, ഒന്നും ഈക്വൽ അല്ല. ആൽഫയും ബീറ്റയും ഗാമയും ഒന്നും ഈക്വൽ അല്ല. അപ്പം ഇതാണ് എന്ത്? ട്രൈക്ലിനിക്.
എനിക്കറിയാം ഗാമ 120 ഏതിലാണ് വരുന്നത്? ഹെക്സഗണലിലാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ഡി ആണ്. ഇനി ഏത് മാത്രമേ ഉള്ളൂ ഇവിടെ? ബി. മോണോക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയും ഗാമയും 90 ആണ്, ബീറ്റ എന്താണ്? 98 ഈക്വൽ അല്ല. അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? A1B3 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. C4 ആണ്. അപ്പൊ C4 D2. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ ക്യൂബിക്കും ട്രൈക്ലിനിക്കും എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതിൽ ഹെക്സഗണലിൽ ഓർമ്മിച്ചൊക്കെ ഗാമ 120 ഡിഗ്രി ആണ്. മോണോക്ലിനിക്കില് ആൽഫയും ഗാമയും എന്താണ്? 90 ആണ്, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിൽ? അപ്പൊ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ നടക്കാൻ ഏതാണ്? അപ്പോൾ ഇത് ആൽഡിഹൈഡ് ആണ്, ഇത് കീറ്റോൺ ആണ്, ഇത് ആൽഡിഹൈഡ് ആണ്, ഇത് കീറ്റോൺ ആണ്. അപ്പൊ രണ്ട് ആൽഡിഹൈഡ്, രണ്ട് കീറ്റോൺ ഉണ്ട്. അപ്പൊ ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ കൂടുതൽ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷന് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആൽഡിഹൈഡ് ആണ്. അപ്പൊ ആൽഡിഹൈഡ് ആണ് മോർ റിയാക്റ്റീവ്. അപ്പോ ഓപ്ഷൻ 1ഉം 3ഉം എടുക്കുന്ന സമയത്ത് അരോമാറ്റിക് ആണോ അല്ലെങ്കിൽ ആലിഫാറ്റിക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിഫാറ്റിക്കിനാണ് കൂടുതൽ ഇത്. അപ്പോ ഏതാണ് ഓപ്ഷൻ വരിക എന്ന് വെച്ചാൽ ഓപ്ഷൻ 1. ആൽഡിഹൈഡും കീറ്റോൺ ഉള്ള സമയത്ത് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ കൂടുതൽ പോസിബിൾ ആൽഡിഹൈഡിനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കീറ്റോൺ എടുക്കുന്ന സമയത്ത് ഇതിന് രണ്ട് സൈഡിലും ബൾക്കി ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പോ ഒരു ന്യൂക്ലിയോഫൈലിന് വന്നിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ആൽഡിഹൈഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ആണ്. ഇനി അരോമാറ്റിക് ആൽഡിഹൈഡ്സ് വരുമ്പോഴും ഒരു ബൾക്കി ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആലിഫാറ്റിക് ആണോ അരോമാറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലിഫാറ്റിക് ആണോ അല്ലെങ്കിൽ അരോമാറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനാവും നമുക്ക് ആലിഫാറ്റിക് ആണ് ബെറ്റർ. അതിൽ തന്നെ ആലിഫാറ്റിക് തന്നെ ഏറ്റവും ഹൈ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒന്ന് എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. കാരണം ഫോർമാൽഡിഹൈഡിന് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല, H+C+H. അത് കഴിഞ്ഞാൽ മെത്തനാൾ ആണ് അഥവാ അസറ്റാൽഡിഹൈഡ്. അതുകൊണ്ട് അസറ്റാൽഡിഹൈഡ് മാത്രമേ ഉള്ളൂ ഇവിടെ ഓപ്ഷൻ. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഓപ്ഷൻ 1 ആണെന്ത് ഇവിടെ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഓർഗാനിക്കിന്റെ റിയാക്ഷൻ ആണ്. ഈ കോമ്പൗണ്ടിന്റെ പേര് എല്ലാവർക്കും അറിയാം, നൈട്രോ ബെൻസീൻ ആണ്. നൈട്രോ ബെൻസീന് ബ്രോമിന്റെ അയണിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം. ഇതിൽ എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സാധനം NO2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, NO2 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടാകുന്ന സമയത്ത് അത് ഇവിടെ എന്ത് ചാർജ് ഉണ്ടാവും? ഇവിടെ പ്ലസ് ചാർജ് ഉണ്ടാവും, ഇവിടെയും പ്ലസ് ചാർജ് ഉണ്ടാവും, ഇവിടെയും പ്ലസ് ചാർജ് ഉണ്ടാവും. അപ്പം ബ്രോമിന് എവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുള്ളൂ? മെറ്റാ പൊസിഷനിൽ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. ഈ ബോംബിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ZnHCl ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ NO2 എന്തായി മാറും? NH2 ആയി മാറും. NO2 NH2 ആയി മാറും. അപ്പോൾ NH2Br വരുന്ന ഒരേ ഒരു സാധനം. ഇത് രണ്ടും NH2Br തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏത് പൊസിഷനിലാണ്? മെറ്റാ പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 3 ആണ്. അടുത്തത് ഒരു ഐസോമറിൻ്റെതാണ്. ഇതിനെ ഞാൻ M എന്ന് എടുത്തു, ഇതിനെ ഞാൻ NH3 ഞാൻ X എന്ന് എടുത്തു, X3 കൊടുത്തു, NO2 ഞാൻ Y കൊടുത്തു, 3 കൊടുത്തു. സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് എഴുതിച്ചു. അപ്പോ ഇത് എന്ത് തരം ഐസോമർ ആണ് എന്നാണ്. നമ്മൾ സിസ് ട്രാൻസ് പഠിച്ചിട്ടുണ്ട്, ഫേസ് മിറർ പഠിച്ചിട്ടുണ്ട്, ഒപ്റ്റിക്കലും സോൾവേറ്റും. ഈ സോൾവേറ്റ് നമുക്ക് ഒഴിവാക്കാം. കാരണം ഇതിൽ എന്ത് വേണം? സോൾവേറ്റിൽ വാട്ടർ വേണം. ഒപ്റ്റിക്കൽ എവിടെ നടക്കണം? അത് എനൻഷ്യോമർ ഉണ്ടെങ്കിൽ മാത്രമേ ഒപ്റ്റിക്കൽ നടക്കുള്ളൂ. അപ്പൊ ഇതും അവിടെ ഒഴിവാക്കാം. പിന്നെ സിസും ട്രാൻസും നടക്കുക MX2Y2ലാണ്. MX2Y2 അല്ലെങ്കിൽ MX4Y2. MX2Y2ലും MX4Y3. ഇവിടെ എത്രയാണ് ഓരോ ലിഗാൻഡ് ഉള്ളത്? 3. അപ്പൊ MX3Y3 നടക്കുന്നത് ഫേസും മിററും ആണ്. ഇപ്പൊ എക്സാമ്പിൾ വരക്കുന്നതാണെങ്കിൽ ഇതൊരു ഒക്ടാഹെഡ്രലിൻ്റെതായിരിക്കും. 3x എന്തായിരിക്കും? 3x ഒരുമിച്ചുണ്ടാവുക, 3y ഒരുമിച്ചുണ്ടാവുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് എന്നും. ഇതിനാണ് അതെങ്ങനെ അല്ലെങ്കിലാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്? മിറർ എന്നും നമ്മൾ പറയുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ഫേസ്, ഇതാണ് നമ്മുടെ മിറർ. എന്താണ്? 3 എണ്ണവും അഡ്ജസന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, 3 ലിഗാൻഡ് അഡ്ജസന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫേസ് എന്നും അല്ലെങ്കിൽ നമ്മളെ മെരീഡിയൽ പൊസിഷൻ എന്നും പറയും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 2 ആണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്താണ് വാട്ട് ഈസ് ഓർ ആർ ദ ട്രൂ റിഗാർഡിംഗ് ദ മോസ്റ്റ് ഓഫ് ദ മെഡിസിൻ. ഇതില് ദേ ആർ കൊളോയിഡൽ ഇൻ നാച്ചർ. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? അത് ട്രൂ ആണ്.
their particle size range from 1 to 1000 nanometer. അതും correct ആണ്. They have a large surface area. അതും correct ആണ്. They are easily assimilated. അതും correct ആണ്. അപ്പോൾ ഓപ്ഷൻ A, B, C, D 4 ഓപ്ഷനും correct ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 തന്നെയുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ബെൻസാൽഡിഹൈഡ് ആണ്. ബെൻസാൽഡിഹൈഡ് ഏതുമായിട്ടാണ് ലിസ്റ്റ് 2 ആയിട്ട് മാച്ച് ആകുന്നത്. ഇതിൽ നമുക്ക് എല്ലാം നമ്മൾ തപ്പിയിട്ട് സമയം പോക്കേണ്ട ആവശ്യമില്ല. I- നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം ന്യൂക്ലിയോഫൈൽ ആണ്. HCN നമുക്കറിയാം സൈനോഹൈഡ്രജൻ ഫോർമേഷൻ ആണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻ ആണുള്ളത്. ബെൻസാൽഡിഹൈഡ് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? 2,4 ഡൈനൈട്രോ ഹൈഡ്രസീനുമായിട്ട് എന്താവും? 2,4 ഹൈഡ്രസീനുമായിട്ട് H2O എലിമിനേഷൻ നടന്നിട്ട് പ്രസിപ്പിറ്റേഷൻ കിട്ടും, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇതെന്താണ്? ഇത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A 1 വരുന്നതും D3 വരുന്നതും C4 വരുന്നതും ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. 4-മത്താണ് അക്കോർഡിംഗ് ടു അരീനസ് റേറ്റ് ഇക്വേഷൻ K is equal to A e raised to minus EA by RT. K is equal to A e raised to minus EA by RT. ഇതിൽ നമ്മൾ ln K കൊടുത്തു കഴിഞ്ഞാൽ ln K is equal to ln A minus EA by RT. ഇതിൽ ഇതാണ് എന്ത്? Y is equal to mx plus C. ഇതാണ് നമ്മളെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന സാധനം. Y എന്ന് പറയുന്നത് ln K ആണ്. Y എന്ന് പറയുന്നത് ln K യും x എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഇതാണ് ആക്സിസ്. ഇതിൽ 1/t ആണ് നമുക്ക് കാണാനാവുക. അപ്പോൾ EA by R നമുക്ക് അവിടെ ഒഴിവാക്കാം. 1/t ആണ്. അപ്പോൾ ln K വേഴ്സസ് 1/t ആണുള്ളത്. ഇതിന്റെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ln A ആണ്. അപ്പോൾ ഒരു ഇന്റർസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്റർസെപ്റ്റ് ഉള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് കാണാനാവുക. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 1 ആണ്. ഇത് കൂടുകയല്ല ചെയ്യുക, ഇത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ln K വേഴ്സസ് 1/t ന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 1 ആണ്. Y is equal to mx plus C. ഇതിലെ M ആണ് എന്ത്? നമ്മുടെ EA by R എന്ന് പറയുന്നതാണ് M. X എന്ന് പറയുന്നത് 1/t ആണ്. C എന്ന് പറയുന്നത് ln A ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? കണ്ടുപിടിക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. Aryl halides do not undergo nucleophilic substitution reaction under ordinary condition. അപ്പോൾ ഒരു aryl halides ഞാൻ ഇങ്ങനെ വരക്കാണ്. ക്ലോറോബെൻസീൻ. ഇപ്പോൾ ക്ലോറോബെൻസീൻ നമ്മൾ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് ചാടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണക്ക് ഡബിൾ ബോണ്ട് കിട്ടും. ഈ ഡബിൾ ബോണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയോഫൈലിന് ഈ ബോണ്ട് ബ്രേക്ക് ആവില്ല. ഈ ബോണ്ട് ബ്രേക്ക് ആകാത്ത സമയത്ത് ഒരു ന്യൂക്ലിയോഫൈലിന് വരാനുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ ഇതിലുള്ള പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും കാർബണും ഹാലജനും തമ്മിൽ. അപ്പോൾ ഓപ്ഷൻ ഡി ശരിയാണ്. ഓപ്ഷൻ ഡി ഉള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ്? 1 and 4 ആണ്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ച് ഓഫ് ന്യൂക്ലിയോഫൈൽ ഈസ് റിട്ടാർഡഡ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ വരുന്നത് റിട്ടാർഡ് ചെയ്യുന്നത് കൊണ്ട് ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. അപ്പോൾ എയും ഡിയും വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.